രതീഷ് കുമാർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായതും തിരിച്ചു വന്നതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. രതീഷിന്റെ സ്പീഡിലുള്ള സംസാരം പോലെ തന്നെയാണ് എല്ലാം സംഭവിച്ചത്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലാണ് രതീഷിന്റെ റീ എൻട്രി. മത്സരാർത്ഥികളും പ്രേക്ഷകരും ഒരുപോലെ ഞെട്ടലിലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന്. കാരണം എലിമിനേറ്റ് ആയ ഒരാളാണ് തിരിച്ചെത്തുന്നത്. കുറച്ചു ദിവസം ഹൗസിൽ കാണുമെന്നും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കരയാൻ ഒരു തോള് വേണമെന്ന് തോന്നുകയാണെങ്കിൽ രതീഷിനെ സമീപിക്കാമെന്നുമാണ് ലാലേട്ടൻ എൻട്രിക്ക് പിന്നാലെ പറഞ്ഞത്. അപ്പോഴും വൈൽഡ് കാർഡ് ആണോ ചാലഞ്ചർ ആണോ എന്നൊന്നും വ്യക്തമാക്കിയിരുന്നില്ല. ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. രതീഷ് കുമാർ വീടിനെ മൊത്തത്തിൽ ഇളക്കി മറിക്കുമെന്നൊക്കെ കരുതിയിരുന്ന പ്രേക്ഷകർക്ക് സത്യത്തിൽ ഇപ്പോൾ നിരാശയാണ്. വന്നതിന് പിറ്റേ ദിവസം മുതൽ ജിൻഡോയുമായി കൂട്ടുകൂടി നടക്കുന്ന രതീഷിനെയാണ് പ്രേക്ഷകർ കണ്ടത്. ജിൻഡോ പറയുന്നത് കേട്ടും ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കാഴ്ച. പണ്ടത്തേതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടലോ വഴക്കുണ്ടാക്കലോ ഒന്നുമില്ല. വന്ന ആദ്യ ദിവസം തന്നെ ജാസ്മിനുകൾക്കിടയിൽ, അതായത് ജാസ്മിനും ഗബ്രിക്കും ഇടയിൽ ഒരു വിള്ളൽ കൊണ്ടുവരാൻ രതീഷ് ശ്രമിച്ചുവെങ്കിലും അത് പാളിപ്പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഗബ്രിയും ജാസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി ഇരുവരെയും അകറ്റാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇരുവരെയും പ്രൊവോക്ക് ആക്കുവാൻ ശ്രമിച്ചുവെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. രതീഷ് ഉദ്ദേശിച്ചത് ഇതാണ്: ജാസ്മിനെയും ഗബ്രിയെയും തമ്മിൽ തെളിക്കുക. കാരണം ലവ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ടുപേരാണ് ജാസ്മിനും ഗബ്രിയും. റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അത് ഡിഫൈൻ ചെയ്യാൻ പോലും ഇരുവർക്കും പറ്റുന്നില്ല. സദാസമയം ഒരുമിച്ചുള്ള ഇരിപ്പ് തന്നെയാണ്. രണ്ടുപേരുടെയും കാട്ടുകൂട്ടലുകളും സംസാരവും ഒക്കെ കാരണം പ്രേക്ഷകരിൽ ഭൂരിഭാഗവും ഈ കോംബോയെ വെറുക്കുന്നവരാണ്. അത് കൃത്യമായി രതീഷിന് അറിയാവുന്നത് കൊണ്ടാണ് ഇരുവരും ഒരുമിച്ചിരുന്ന് കണ്ടന്റ് കൊടുക്കുന്ന രീതി ഒഴിവാക്കാനും തമ്മിൽ തല്ലിക്കാനും അകറ്റാനും ശ്രമിച്ചത്. വിചാരിച്ചതുപോലെ നടക്കാത്തത് കൊണ്ട് ആ ഉദ്ദേശം അപ്പോൾ തന്നെ ഒഴിവാക്കി. അതിനുശേഷം സിജോയുമായി കൂട്ടുകൂടി പുതിയ പ്ലാൻ നടപ്പിലാക്കിയെങ്കിലും അതും ഫ്ലോപ്പായി. ബിഗ് ബോസ് വീടിനെ ആകെ ഇളക്കി മറിക്കണം എന്നൊക്കെ കരുതിയാണ് സിജോയും രതീഷ് കുമാറും കൂടി മനഃപൂർവ്വം ഒരു അടിയുണ്ടാക്കുന്നത്. ജിൻഡോ, നോറ ഇവരെയൊക്കെ പ്രൊവോക്ക് ആക്കാൻ നോക്കിയെങ്കിലും അതും 8 നിലയിൽ പൊട്ടി. അത് മാത്രമല്ല, ബാക്കിയുള്ളവർക്ക് പ്ലാൻഡ് ഫൈറ്റ് ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഇതൊക്കെ കണ്ടതും പ്രേക്ഷകർ രതീഷ് മത്സരാർത്ഥിയായിട്ടാണോ, വൈൽഡ് കാർഡ് ആയിട്ടാണോ, അതോ ചലഞ്ചർ ആയാണോ വീട്ടിലെത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം രതീഷ് നിലവിൽ ഒരു ചാലഞ്ചർ എന്ന രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. അവിടെയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാറുള്ളത് സാധാരണ ചാലഞ്ചേഴ്സ് ആണ്. എന്തിനെ മത്സരാർത്ഥികൾക്കുൾപ്പെടെ ഇക്കാര്യത്തിൽ സംശയമുണ്ട്. ഇക്കാര്യത്തിൽ ബിഗ് ബോസ് ഉടൻ നിലപാട് വ്യക്തമാക്കണമെന്നാണ് പ്രേക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഷോയിൽ നിന്നും പുറത്തുപോയ ആളാണ് രതീഷ് കുമാർ. സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ വീടിനകത്തും പുറത്തും സംസാര വിഷയമായ ഒരേ ഒരു പേര്. ആദ്യ ദിവസം മുതൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുള്ള ഇടപെടലും മനഃപൂർവ്വമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കലുമാണ് ഇദ്ദേഹത്തിന് ഇത്രയും അറ്റൻഷൻ നേടിക്കൊടുത്തത്. സുരേഷ് കുമാറിനെതിരെയുള്ള ഗേ പരാമർശവും ജാൻമണിക്കെതിരെയുള്ള സെക്ഷൽ ഹറാസ്മെന്റ് ആരോപണവും എല്ലാം അദ്ദേഹത്തിന് തന്നെ വിനയായിരുന്നു. പ്രതീക്ഷിക്കാതെ പുറത്തായ വ്യക്തി എന്ന നിലയിൽ തിരിച്ചു വരുമ്പോൾ ആ ടൈം അദ്ദേഹം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പുറത്തായ ഒരാളെ തന്നെ അകത്തേക്ക് വീണ്ടും കൊണ്ടുവരണമെങ്കിൽ അതിൽ കാര്യമായ ഉദ്ദേശം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. ഒന്നെങ്കിൽ മത്സരാർത്ഥികളെ പ്രൊവോക്ക് ആക്കുക എന്ന ഉദ്ദേശം, അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക, വീട്ടിലെ അന്തരീക്ഷം മാറ്റുക, ഇവയൊക്കെ ആയിരിക്കാം. ബിഗ് ബോസ് വീട്ടിലേക്ക് രതീഷ് എത്തി 3 ദിവസമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയെങ്കിലും എന്തുദ്ദേശമാണ് ഇതിന് പുറകിലെന്ന് വ്യക്തമാക്കിയാലാണ് മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഒരു ക്ലാരിറ്റി വരികയുള്ളൂ.